ഛത്തീസ്ഗഡിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. ഛത്തീസ്ഗഡ് ആണല്ലോ ഇപ്പോൾ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ നിന്ന് മതപരിവർത്തനത്തിനായി ഛത്തീസ്ഗഡിലെ നക്സൽ മേഖലയിൽ പോയി 3 കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന 2 സിസ്റ്റർമാരെ ഇപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ അവിടെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുള്ള കുറ്റങ്ങളൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് മറ്റൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. രാധേ എന്ന് അഭിവാദ്യം ചെയ്തതിന് 3 വയസ്സുകാരിയായിട്ടുള്ളൊരു വിദ്യാർത്ഥി നേരിട്ട ക്രൂരമർദ്ദനത്തിൻ്റെ കഥയാണ് വരുന്നത്. നമുക്കറിയാം, ഈ ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പോലെയല്ല. കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുരോഗമനവാദമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീ സെക്സ്, മദ്യം, മയക്കുമരുന്ന് ഇതിനെയൊക്കെ ലീഗലൈസ് ചെയ്യണം. ഇതൊക്കെ അടിച്ചാൽ എന്താണ് കുഴപ്പം, അച്ഛനെ കയറി അളിയാന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പം, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പല ആൾക്കാരും വഴിതെറ്റി പോകുന്നുണ്ട്. വേറെ ചില ബുദ്ധിയും ബോധവുമുള്ള നല്ല സംസ്കാരം പകർന്നു കൊടുക്കുന്ന മാതാപിതാക്കൾ കുട്ടികൾക്ക് നല്ല സംസ്കാരം പകർന്നു കൊടുത്ത് മറ്റൊരു സൊസൈറ്റിയെ വേറൊരു സ്ഥലത്ത് സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം ഈ പുരോഗമനം പറഞ്ഞു കിടക്കുന്ന കുറേ ആൾക്കാർ ഈ കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ കുട്ടികൾ കോളേജിൽ പോകുമ്പോൾ തന്നെ അവിടെ കാണുന്നത് നഗ്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇവർ വരച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഇതൊക്കെ സ്വാഭാവികമാണ്, സെക്സ് എന്ന് പറയുന്നതൊക്കെ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ രാധേ എന്ന് അഭിവാദ്യം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറയും. അല്ലെങ്കിൽ മറ്റൊരു ഹിന്ദു വേറൊരു ഹിന്ദുവിനെ കാണുമ്പോൾ രാധേ എന്ന് പറയും. അതൊക്കെ ഒരു ഗ്രീറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അങ്ങനെ രാധേ എന്ന് അഭിവാദ്യം ചെയ്ത വെറും 3 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും ആ വിദ്യാർത്ഥിയുടെ വായിൽ ഇനി രാധേ എന്ന് നീ വിളിക്കല്ലെന്ന് പറഞ്ഞ് ടേപ്പ് പൊട്ടിക്കുകയും ചെയ്ത കേസിൽ ഛത്തീസ്ഗഡിലെ ദുർഗിൽ ഒരു വനിതാ സ്കൂൾ പ്രിൻസിപ്പാളിനെ വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നന്ദിനി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ബാഗ്ദുമർ ഗ്രാമത്തിലെ മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ബുധനാഴ്ച രാവിലെ സംഭവം നടന്നതെന്ന് അദ്ദേഹം പറയുന്നു. കുട്ടി സ്കൂളിലെ നഴ്സറിയിൽ പഠിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പാൾ ഇവാൻ കോൾവിനെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 115, 299 എന്നിവ പ്രകാരം അറസ്റ്റ് ചെയ്തു. ജുവനൈൽ ജസ്റ്റിസ് കുട്ടികളുടെ പരിചരണവും സംരക്ഷണവും നിയമത്തിലെ സെക്ഷൻ 75 പ്രകാരം വേദനിപ്പിക്കൽ, മതവികാരം വ്രണപ്പെടുത്തൽ, കുട്ടികളോടുള്ള ക്രൂരത, മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് കേസെടുത്തതായും അദ്ദേഹം പറഞ്ഞു. പെൺകുട്ടി രാധേ എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തപ്പോഴാണ് സ്കൂൾ പ്രിൻസിപ്പൽ അവരെ അടിക്കുകയും വായിൽ ടേപ്പ് ഒട്ടിക്കുകയും ചെയ്തത് എന്ന് പ്രഥമ വിവര റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് നിലവിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുകയാണ്. എന്തായാലും ഈ കേസ് ഛത്തീസ്ഗഡിൽ ഇപ്പോൾ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെക്കാൻ ഹെറാൾഡിലടക്കം ഈ വാർത്ത റിപ്പോർട്ടായി വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.